നിങ്ങളെ കാണുമ്പോൾ ആദ്യം ഓർക്കുന്ന കാര്യം രാജീവം വിടരുമ്പോൾ എന്നുള്ള പാട്ടാണ്. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. ആ പാട്ടും അതേപോലെ അച്ഛൻ്റെ ആ ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് നിന്ന് പെർഫോം ചെയ്യുന്നതും കണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അഡ്മയർ ചെയ്തിട്ടുണ്ട്. നായകൻ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്നം വെട്ടിപിടുങ്ങി. എൻ്റെ അടുത്ത് പലയിടത്തും കുറേ ആൾക്കാർ ആ ഡയലോഗ് പറയും. ഞാൻ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഡയലോഗ്സ് അറിയാം, എല്ലാം അറിയാം, പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് ചിലപ്പോൾ അത് ചീറ്റി പോകും. ആ ലെവലിൽ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല. ഞാൻ ഇപ്പോൾ അറിഞ്ഞത് നന്നായി. ഞാൻ പണ്ടേ അറിഞ്ഞതെങ്കിൽ ചിലപ്പോൾ ഞാൻ അഭിനയിക്കാൻ വരത്തില്ലായിരുന്നു. മൂവിയിലിരുന്ന് പോലും അച്ഛൻ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു, പക്ഷെ കൃഷിയിലിരുന്ന് ഒരു ബ്രേക്കേ ഇല്ലായിരുന്നു. ഇങ്ങനെ എക്സ്പെരിമെന്റലായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അച്ഛനെ ഞാൻ അങ്ങനെ സാഡായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. വെരി ഹാപ്പി. എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഞാൻ ആസ് എൻ ആക്ടർ വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളത് ചിന്തിക്കുന്നതിൽ ആദ്യത്തെ കാര്യം അച്ഛനായി കണ്ണുകൾ കൊണ്ടായിരുന്നു കൂടുതലും എക്സ്പ്രസ് ചെയ്തത്. ഐ വോണ്ട് എക്സ്പ്രസ് ത്രൂ മൈ ഐസ് ലൈക്ക് അച്ഛൻ ചെയ്ത പോലെ. സോ അതിനുള്ള പ്രാക്ടീസസ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. ചേച്ചിയുടെ കല്യാണം, അനിയത്തിയുടെ കല്യാണം എല്ലാം ഫ്രണ്ടിൽ നിന്ന് നടത്തി തന്നത് സുരേഷ് ഗോപി അങ്കിളാണ്. പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ജയിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഫോർ ഹൂ ഹി ഈസ്. ഇതുവരെ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ചാരിറ്റീസ് ദാറ്റ് ഹി ഹാസ് ഡൺ ഓർ ദ പ്രോമിസസ് ദാറ്റ് ഹി കീപ്സ്. ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നമുക്ക് എല്ലാവർക്കും വേണ്ടത് അങ്ങനത്തെ ഒരാളല്ലേ. കണ്ടിട്ട് കഴിഞ്ഞ് ഭയങ്കര ബോഡി പെയിൻ, ബിക്കോസ് എനിക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ലിംപ് ചെയ്ത് നടന്നു പോയപ്പോൾ മമ്മൂക്ക എന്നെ വിളിച്ച് ക്യാരവനകത്ത് നിർത്തി. മമ്മൂക്ക യൂസ് ചെയ്യുന്ന ഒരു ഓയിലുണ്ട് ഈ സ്റ്റണ്ടൊക്കെ കഴിഞ്ഞ്, അതിനെ അസിസ്റ്റൻ്റ് എടുത്ത് കൊടുത്ത് എനിക്ക് മസാജൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഭയങ്കര കെയറിങ് ഒക്കെയാണ്. പിന്നെ അവനിപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ എഴുത്തിലിരിക്കുക, അവനൊരു പടം ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ ചേട്ടൻ ഉണ്ടാവും ഉറപ്പായിട്ടും, ഇല്ലെങ്കിൽ ഞാൻ അടിച്ച് പുറത്താക്കും. പത്മരാജ് രതീഷാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. ഹായ്. നിങ്ങളെ കാണുമ്പോൾ ആദ്യം ഓർക്കുന്ന കാര്യം രാജീവം വിടരുമ്പോൾ എന്നുള്ള പാട്ടിൽ ഉണ്ണിവേരിയും രണ്ടുപേരുടെയും കണ്ണുകൾ പൂച്ചക്കണ്ണുകളാണ്. ആ രണ്ട് മനുഷ്യർ അതിനകത്ത് രസമായിട്ട് റൊമാൻസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. രവീന്ദ്രൻ മാഷിന്റെ മ്യൂസിക്. ഒന്ന് ബെൽറ്റ് മത്തായി സിനിമ, അടിപൊളി പാട്ടാണ്. ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന പാട്ടാണ്. ഈ പാട്ട് ശരിക്കും ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഈ പാട്ടിനെ കുറിച്ച് അറിയുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ 12 years old. സോ ആ ടൈമിൽ എനിക്ക് അച്ഛൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും വലിയ ആക്ടർ എന്നുള്ളതൊന്നും എനിക്ക് അങ്ങനെ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് നോളജ് അബൌട്ട് ഇറ്റ്. സോ ലേറ്റർ മേ ബി ഞാൻ ശരിക്കും കോളേജിലൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. നെവർ സിൻസ് ദാറ്റ് ആ പാട്ട് എൻ്റെ കൂടെ സ്ഥിരം ഇറ്റ്സ് ബീൻ ട്രാവലിംഗ് വിത്ത് മീ. ബിക്കോസ് അച്ഛനെ ഞാൻ നേരിട്ട് കണ്ട് അച്ഛനെ ഞാൻ അഡ്മയർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഭംഗി അഡ്മയർ ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും ആ പടത്തിൽ ആ പാട്ട് നത്തിങ് കണ്ടറിയാം, മൈക്ക് പിടിച്ച് പാടുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആ പാട്ടും അതേപോലെ അച്ഛൻ്റെ ആ ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് നിന്ന് പെർഫോം ചെയ്യുന്നതും കണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അഡ്മയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സോങ് അത്. രവീന്ദ്രൻ മാഷിനെ പരിചയപ്പെടുന്ന പാട്ടുകളിൽ ആദ്യത്തെ പാട്ടുകൾ ഇതായിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നെയാണ് മാഷ് ചെയ്തിട്ടുള്ള കുറേ പാട്ടുകൾ മനസ്സിലാക്കുകയും പിന്നെ നമ്മൾ ജോൺസൺ മാഷിൽ ദേവരാജ മാസ്റ്ററിലേക്ക് ഇങ്ങനെ റിവേഴ്സ് പോയത്. അത് ആദ്യ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക പ്രഷ്യസ് ആണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ. അത് പൂച്ചൽ ഖാദർ സാറാണ് എഴുതിയത്. അതേപോലെ തന്നെ തുഷാരത്തിലാണല്ലോ പുള്ളിക്ക് ഒരു സ്റ്റാർഡം കിട്ടുന്നത്. അതിനകത്ത് മഞ്ഞേവാ മധുവിധ വേള എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഒരു ഹിന്ദി സോങ്ങിന്റെ തന്നെ അത് പറയുന്നുണ്ടല്ലോ, അച്ഛൻ്റെ വോയിസും ഉണ്ട് അതിനകത്ത്. ഭയങ്കര രസമുള്ളൊരു പടമായാലും റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു മൂവി. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ലേറ്റായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയ മൂവീസും സോങ്സും ഒക്കെയാണ്. തുഷാരമാണ് എവിടെ പോയാലും ഇപ്പോഴും അച്ഛൻ്റെ ഫാൻസ് എവിടെ പോയാലും എല്ലാവരും പറയണത് തുഷാരമാണ്. തുഷാരത്തിൽ അച്ഛൻ്റെ ക്യാരക്ടർ, രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ ഇസ് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഓൾ ടൈം. കമ്മീഷണർ ആയിരുന്നു, പിന്നെ രാജാവിന്റെ മകനും വഴിയോര കാഴ്ചകൾ കണ്ടപ്പോൾ അതങ്ങനെ ആ ഓർഡർ ഒന്ന് മാറി. പക്ഷെ ഞങ്ങളൊക്കെ ആദ്യമേ തന്നെ കമ്മീഷണർക്ക് മുമ്പ് തന്നെ ഇതിന്റെ ആരാധകരായിരുന്നു. അപ്പോ ഒന്നും എനിക്ക് ഈ മൂവീസിനെ കുറിച്ച് അറിയത്തില്ല. ബിക്കോസ് അച്ഛൻ 88 വരെയായിരുന്നു അച്ഛൻ ഇൻഡസ്ട്രിയിൽ ലൈവ് ആയിട്ടിരുന്നത്. ഞാൻ 90 പോണ്. സോ അപ്പോൾ ആ ടൈമിൽ അച്ഛൻ ബ്രേക്കിലാണ്. പിന്നെ അച്ഛൻ ഇൻഡസ്ട്രിയിൽ വീണ്ടും വരുന്നത് 94 കമ്മീഷണർ കൂടിയാണ് വരുന്നത്. സോ അപ്പോൾ ഉള്ള എൻ്റെ അറിവ് ഇസ് ഓൺലി കമ്മീഷണർ. ആസ് എൻ ആക്ടർ ഞാൻ അച്ഛൻ്റെ പടം കണ്ടിട്ടുള്ളത് കമ്മീഷണർ മാത്രം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഞാൻ റീവാച്ച് ഇപ്പോഴൊക്കെ ചെയ്യുന്നത്. അതായത് കമ്മീഷണറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സൗന്ദര്യമായത് അത്രയും കാലം നായകനായിട്ട് അഭിനയിച്ചിരുന്ന ഒരാള്
വില്ലനായിട്ട് വരുമ്പോൾ അതെ. ഈ സൗണ്ടിന്റെ മോഡുലേഷൻ ഉണ്ടല്ലോ, അതെ. ആ കാലഘട്ടത്തിൽ അതെ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഈ ഓഡിയോ കാസറ്റ് ഇതിന്റെ ശബ്ദരേഖ ഇറങ്ങുമായിരുന്നു. ഓക്കെ. അപ്പം ഈ സുരേഷ് ഗോപിയുടെ ഡയലോഗുകളും ആ, ഈ അച്ഛന്റെ ആ ഒരു ചിരിയൊക്കെ ശബ്ദമൊക്കെ അതെ ഭയങ്കര രസമാണ്. പിന്നെ പിന്നെ അതിനകത്ത് കാവൽ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ ആ. രഞ്ജി പണിക്കർ അങ്കിളുടെ കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ രഞ്ജി പണിക്കർ അങ്കിൾ പറഞ്ഞു, ആ പടത്തിന് നിന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വിളിച്ചതാ, അച്ഛൻ പോകത്തില്ല എന്ന് അതെ, പറഞ്ഞിരുന്ന പടം, ഒരിക്കലും ഞാൻ വരത്തില്ല ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ സുരേഷ് കുമാർ അങ്കിൾ വിളിച്ച് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തു. പറഞ്ഞത് ശരിക്കും പറഞ്ഞ് ലാലു അലക്സ് അങ്കിളിനെ ഫിക്സ് ചെയ്തു. പിന്നെ അവര് അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തോ പെട്ടെന്ന് അച്ഛന് മൈൻഡ് പെട്ടെന്ന് മാറി പോയി ചെയ്തു. അതേപോലെ ചെയ്ത് പടം കഴിഞ്ഞ് ഡബിങ് എല്ലാം കഴിഞ്ഞിട്ട് രഞ്ജി പണിക്കർ അങ്കിളിന് കൈ കൊടുത്ത് പറഞ്ഞു, ഇനി നിന്റെ പടത്തിൽ എന്നെ വിളിക്കരുത്, ഇങ്ങനത്തെ ഡയലോഗ്സ് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത്രയും ഈസി ആയിട്ട് ചെയ്തതാ പുള്ളി. പക്ഷെ നല്ല രസമുള്ള വില്ലനായിരുന്നു. കാരണം ഈ സുന്ദരമായിട്ട് പെരുമാറിക്കൊണ്ടൊരു വില്ലൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇല്ലായിരുന്നു ആ സമയത്ത്. അത് നല്ല വില്ലത്തരമായി മാറി എന്നുള്ളത്. ഇപ്പോഴും ആൾക്കാർ എൻ്റെ ജനറേഷനും അല്ലെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന ആൾക്കാർക്കും അച്ഛനെ കൂടുതൽ അറിയുന്നത് കമ്മീഷണർ സിനിമയിൽ മോഹൻ തോമസ്, ആ വില്ലൻ ക്യാരക്ടർ. കാരണം അത് വെച്ചിട്ടാണല്ലോ ഈ നായകൻ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അമൈദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലയിടത്തും കുറെ ആൾക്കാർ ആ ഡയലോഗ് പറയും. ഞാൻ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഡയലോഗ്സ് അറിയാം, എല്ലാം അറിയാം, പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല, ബിക്കോസ് ചിലപ്പോൾ അത് ചീറ്റി പോകും. ബിക്കോസ് ആ ലെവലിൽ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്കത് അതിന്റെ അടുത്തെങ്കിലും എത്തണം. I don't do that anywhere because a lot of people ask me, but I don't do that. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കണ്ട് ഭയന്നിട്ടുണ്ട് അച്ഛൻ്റെ അഭിനയം എന്ന് പറയുന്നത്. അത് ഈ വില്ലൻ ക്യാരക്ടേഴ്സ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് കണ്ട് ഭയന്നിട്ടുണ്ടെന്ന് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രഷറാണെങ്കിലും അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ കൂടെ നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യില്ലേ? അത് നമ്മൾ കുറച്ചുകൂടെ ഒബ്സർവേഷൻ വേണമെന്നുള്ള രീതിയിൽ. എക്സാക്ട്ലി ആ ഒരു പോയിന്റിലാണ് അത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇനിഷ്യലി ഇത് എനിക്ക് ഇപ്പോൾ 10 years ആയി ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. സോ ഇനിഷ്യലി ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. ഈ പ്രഷർ ശരിക്കും എനിക്ക് ബ്രേക്ക് ആവുന്നത് ഇപ്പോൾ ഈ റിലീസായ DNA എന്ന മൂവിയിലാണ്. ബിക്കോസ് ഞങ്ങളിപ്പോൾ കുറേ തിയേറ്റർ വിസിറ്റിനും ഒക്കെ പോകുമ്പോൾ എല്ലാവരും പറയണത് പല ആംഗിളിലും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ രതീഷ് ഏട്ടനെ കാണാൻ പറ്റുന്നുണ്ട്. ആ കണ്ണുകളിൽ ഞങ്ങൾക്ക് ഇതുവരെ എനിക്ക് ആ റിവ്യൂസ് ഒരിടത്തും കിട്ടിയിട്ടില്ല. ഐ ബീൻ ക്ലോസ് ടു 20 മൂവീസ്. ആസ് എൻ ആക്ടർ ഞാൻ മെച്യൂർ ആയതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കോർ വന്ന് അച്ഛൻ എന്നുള്ള ഒരാളുടെ ഇൻസ്പിറേഷനാണ്. ആൾക്കാരുടെ അടുത്തിരുന്ന് ഞാൻ കേൾക്കുന്നത് മൊത്തം രതീഷ് ഏട്ടനെ പോലെ അഭിനയിക്കുന്നത്. ഇത് കേട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ വന്ന ഒരു മെച്യൂരിറ്റിയാണ്. ഐ ഹാവ് ടു റീച്ച് ദെയർ, നോട്ട് ടു ഹിസ് ലെവൽ, അറ്റ്ലീസ്റ്റ് ആൾക്കാർ ഓക്കെ ഇപ്പം ഞങ്ങൾ വി ആർ ഹാപ്പി ടു സീ ഹിം ഇൻ യു എന്ന് പറയുന്ന ഒരു ലെവലിൽ എത്തണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അവിടെ അതുവരെ എത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ദിസ് മൂവി ഹാസ് ഗിവൻ മീ ദാറ്റ് ബ്രേക്ക് ടു ഫീൽ കോൺഫിഡൻറ്റ് ദാറ്റ് ഓക്കെ ഫൈൻ, ഇനി ആൾക്കാർ പറയും ഓക്കെ രതീഷ് മോഹന ഇനി അച്ഛനെ പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. സോ ആ ഒരു ഇൻസ്പിറേഷൻ ഇവരെല്ലാവരും പറയുന്നതിലിരുന്ന് എനിക്ക് വരുന്നത്. പ്രഷർ ലൈക്ക് യു സെഡ്, ഈ പടത്തിലിരുന്ന് എനിക്കത് ആ ഒരു ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ഈ വില്ലൻ ക്യാരക്ടേഴ്സിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. നായകനാകാനും മനസ്സിലൊരു ധാരണയുണ്ടോ? അങ്ങനെയും ചെയ്യാൻ ഇപ്പോൾ ഉണ്ട്. ലൈക്ക് മുമ്പ് എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. എൻ്റെ ഒരു കോൺസെപ്റ്റ് ആസ് എൻ ആക്ടർ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി എ വില്ലൻ. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ കുറേ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഐ ഹാവ് ടു മെൻഷൻ ഇറ്റ്. കമ്മീഷണറാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പടം അച്ഛൻ്റെ. സോ അതിൽ ഞാൻ അച്ഛനെ കാണുന്നത് വില്ലനായിട്ടാണ്. പിന്നെയാണ് അച്ഛൻ എൻ്റെ അടുത്ത് നീ ആക്ടർ ആവണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് ഓക്കെ ആക്ടർ, അച്ഛൻ ചെയ്തിരിക്കുന്ന വില്ലൻ, സോ ഐ ഹാവ് ടു ബിക്കം എ വില്ലൻ. അത് അങ്ങനെ വളർന്ന് വന്നപ്പോഴത്തേക്കും ഇത് ലൈക്ക് ഓക്കെ വില്ലൻ. ആൻഡ് പലരും എൻ്റെ സൈസ് കൊണ്ടും പലരും എൻ്റെ അടുത്ത് പറയും നിന്നെ കണ്ട ഒരു വില്ലനെ പോലെയൊക്കെ ഉണ്ടെന്ന് പറയും. സോ അതൊക്കെ കേട്ട് എനിക്ക് ഓക്കെ വില്ലൻ ആയേക്കാം എന്നുള്ളൊരു തീരുമാനമായി. ബട്ട് ഇപ്പോൾ ഐ ഹാവ് മെച്ചുവർഡ് ആസ് എൻ ആക്ടർ. ആൻഡ് എനിക്ക് ക്യാരക്ടർ റോൾസ് ഞാൻ കുറേ ചെയ്തു. കുറേ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സോ അവരുടെ അടുത്തിരുന്നൊക്കെ കിട്ടിയ അഡ്വൈസും കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ കരിയർ, എല്ലാവർക്കും നമുക്കൊരു വിഷൻ കാണുമല്ലോ, ഹൗ ഷുഡ് മൈ കരിയർ ബി എന്നുള്ളത്. അപ്പോൾ അതിൽ നൗ ഐ എം മെച്ചുവർഡ് എനഫ് ടു തിങ്ക് ദാറ്റ് നോട്ട് ഓൺലി വില്ലൻ, ക്യാരക്ടർ റോൾസ് ആൻഡ് ഹീറോ. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു പടം ഹീറോ ആയിട്ട് പോലും ചെയ്തായിരുന്നു. ദാറ്റ്സ് ടു നോ മൈ പൊട്ടൻഷ്യൽ. എൻ്റെ ഒരു എക്സ്പെരിമെൻ്റലായിരുന്നു ടു നോ വെദർ ഇഫ് ഐ ക്യാൻ പുൾ ഇറ്റ് ഓഫ് എന്നുള്ളത്. ഇറ്റ് വാസ് നോട്ട് എ കമേഴ്ഷ്യൽ മൂവി, ഒരു ഓഫ് ബീറ്റ് സാധനമായിരുന്നു. ഒരു ട്രാവൽ മൂവിയാണ് അത്. ഒരു 1 night ബസ് ട്രാവലിൽ നടക്കുന്നത്.
ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്ന ആളാണ്, സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഐ കുഡ് കണക്ട് വിത്ത് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നോട്ട് ബാഡ്. ആൾക്കാർ പറഞ്ഞിട്ട് കണ്ടത് ഇറ്റ് വാസ് വെരി സ്മോൾ റിലീസ് ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് കണ്ട ആൾക്കാർക്ക് വർക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് പോസിറ്റീവ് സൈൻ. ഈ അച്ഛനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഉൾക്കടൽ പോലെ KG ജോർജ് സാറിന്റെ പടത്തിലൊക്കെ അഭിനയിച്ച ഒരാളാണെന്ന് പിന്നെയാണല്ലോ തിരിച്ചറിയുന്നത്. കമേഴ്സ്യൽ സിനിമകൾ നോക്കിയിരിക്കുമ്പോഴും ചിലപ്പോൾ ഉൾക്കടൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഉൾക്കടൽ എന്ന് പറയുന്ന സിനിമ കേരള സിനിമയുടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഉൾക്കടൽ. അപ്പൊ അത്തരം ഒരു സിനിമയിലൊക്കെ പോയി അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സിനിമയുടെ ഭാഗമാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നം മാത്രമാണ്, നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഹെവി ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനും ഉണ്ട് അല്ലേ? അങ്ങനെ ഡെഫിനറ്റ്ലി ഉണ്ട്. മെയിനായിട്ട് ഒരു കാര്യം, അച്ഛൻ ഞങ്ങൾ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അച്ഛൻ ലൈക്ക് വെരി ഹാപ്പി, ജോളി, ഹാപ്പി ഗോ കൈൻഡ് മാൻ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഏറ്റവും കൂടുതലും മിസ് ചെയ്യുന്ന കാര്യം അതാണ്. വി ഡിഡ്ന്റ് നോ, ഹി നെവർ ലെറ്റ് us know that ഇത്രയും വലിയൊരു ആക്ടറാണ്, ഇത്രയും പടങ്ങൾ. ബിക്കോസ് ഒരിക്കലും പുള്ളിയുടെ ഒരു പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ നമുക്കത് അറിയത്തേ ഇല്ല. ലേറ്റർ ഇപ്പം ഞാൻ ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ ഐ എം ലൈക്ക്, ഒരു കാര്യം ഇറ്റ്സ് വെരി സർക്കാസ്റ്റിക്കലി ഞാൻ പറയുക, ഞാൻ ഇപ്പോൾ അറിയുന്നത് നന്നായി. ഞാൻ പണ്ടേ അറിഞ്ഞതെങ്കിൽ ചിലപ്പോൾ ഞാൻ അഭിനയിക്കാൻ വരത്തില്ലായിരുന്നു. ദ പ്രഷർ വുഡ് ഹാവ് ബീൻ മോർ ഓൺ മീ. എനിക്ക് അത്രയും പ്രഷറൊന്നും എടുക്കാൻ പറ്റുന്ന ആളാണ് ഞാൻ. ഭയങ്കര ചിൽ കാം പേഴ്സണാണ്. സോ ഇത്രയും വലിയ ആക്ടറാന്നുള്ളത് ഇപ്പം അറിയാൻ പറ്റിയതിൽ, ആഫ്റ്റർ ഐ ഗോട്ട് ഇൻ ടു ദി ഇൻഡസ്ട്രി, ഇറ്റ്സ് എ ബിഗ് മോട്ടിവേഷൻ ഫോർ മീ. ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വലിയ വലിയ ബാനേഴ്സിലും ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്തു. മോർ ദാൻ 120-150 പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇൻ 8 years സ്പാൻ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങളാരും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്, ഞാനും എൻ്റെ സിബ്ലിങ്സും, ഞങ്ങളാരും അച്ഛൻ്റെ എല്ലാ പടങ്ങളും കണ്ടു തീർത്തിട്ടില്ല. സോ ദ മോർ ഐ വാച്ച്, ഇറ്റ്സ് വെരി ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഫോർ മീ. വെരി 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 ബ്ലെസ്ഡ് ആൻഡ് വി മിസ്ഡ് ഹിം എന്നുള്ളത്. ഇൻഡസ്ട്രി എത്ര മിസ് ചെയ്തെന്നുള്ള അറിയാം, അതേപോലെ വി ഓൾസോ മിസ് ഹിം എ ലോട്ട്. ഇഫ് ഹി ഹാഡ് ബീൻ ഹിയർ നൗ, എനിക്കൊരു ഗൈഡൻസിനും ഡെഫിനറ്റ്ലി അച്ഛൻ ഉണ്ട് എന്നുള്ള ഒരു, അച്ഛൻ്റെ പാത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളതിനുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഇത് എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ഗൈഡൻസ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ് കേസ്. മരിക്കുന്ന 48-ാം വയസ്സിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർഡം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ നെപ്പോ കിഡ്സിനെ കളിയാക്കുന്ന സിനിമകളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ആ സ്റ്റാർഡം അവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ അനുഭവിക്കാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെ അത് ഉപയോഗിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ സഹായകമായിട്ടുണ്ടാവും, കാരണം മമ്മൂക്കയൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആ സ്റ്റാർഡം അനുഭവിക്കാൻ കഴിഞ്ഞില്ല, അത് മിസ് ചെയ്ത് പോയെന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ചേട്ടാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് അച്ഛൻ കമ്പത്ത് അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു, കൃഷിയായിട്ട് നടക്കുന്നു. പിന്നെ ഫുൾ ടൈം കറക്കം. അച്ഛനുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ കറങ്ങുന്നത് ഇതൊക്കെയാണ്. സോ നമുക്ക് ഒരിക്കലും മോർ ദാൻ ദാറ്റ് സ്റ്റാർഡം, ഐ തിങ്ക് വി എൻജോയ്ഡ് ലൈഫ് വിത്ത് ഹിം. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്റ്റാർഡം മിസ്സായെന്ന് തോന്നുന്നില്ല. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് ആ ഒരു ഗൈഡൻസ് ഇപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ആസ് എൻ ആക്ടർ എൻ്റെ കരിയറിൽ എങ്ങനെയൊക്കെ ഒരു ഗൈഡൻസും കാര്യങ്ങളും, അതാണ് ഞാൻ കൂടുതലും മിസ് ചെയ്യുന്നത്. അല്ലാതെ സ്റ്റാർഡം നോ, നോട്ട് റിയലി. അങ്ങനെ ഞങ്ങൾ മേ ബി ബിക്കോസ് വി വർ നെവർ യൂസ് ടു ഇറ്റ്, ഐ ഡോണ്ട് തിങ്ക് ഐ ഡോണ്ട് മിസ് ഇറ്റ്. ഞങ്ങൾ ആ കൂടെ പോയിട്ടുള്ളത് കമ്മീഷണർ ലൊക്കേഷനിൽ മാത്രം. പിന്നെ അച്ഛൻ സീരിയൽ ചെയ്തപ്പോൾ സീരിയൽ ലൊക്കേഷൻസിലൊക്കെ പോയിട്ടുണ്ട്. സോ സിൻസ് മേ ബി ഞങ്ങൾ അതിനെ ആ ഒരു ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം വി ഡോണ്ട് നോ ഇഫ് റിയലി മിസ് ഇറ്റ് ഓർ നോട്ട്. ശരിക്കും ഈ കൃഷിയിൽ നഷ്ടമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു അതിലൊന്നും, അതൊക്കെ അച്ഛൻ ഒരിക്കലും വിഷമമില്ലാത്തൊരു കാര്യമായിരുന്നു. കൃഷി പണ്ടേ അച്ഛന് താല്പര്യമുള്ളതായിരുന്നു. ഈവൻ ബിഫോർ മൂവീസ് കൃഷി താല്പര്യമുള്ളതായിരുന്നു. അങ്ങനെ ഈ ഷൂട്ടിങ്ങിന് പോകുന്ന വഴിക്ക് ഇങ്ങനെ കമ്പം എന്ന സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ അഗ്രികൾച്ചർ തുടങ്ങി. അതിൽ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരിക്കലും അച്ഛൻ അത് നിർത്തിയിട്ടില്ല. മൂവിയിലിരുന്ന് പോലും അച്ഛൻ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. പക്ഷെ കൃഷിയിലിരുന്ന് ഒരു ബ്രേക്കേ ഇല്ലായിരുന്നു. ഇങ്ങനെ എക്സ്പെരിമെന്റലായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഹി വാസ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഭയങ്കര കണ്ടന്റ് ആയിരുന്നു അച്ഛൻ. ഈ ശരിക്കും ആ ബ്രേക്ക് സ്വയം എടുക്കുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കാം ബ്രേക്ക് ചെയ്തെന്ന് എനിക്ക്, അത് ഇച്ചിരി ഫാമിലി പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ബ്രേക്ക് എടുത്തത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ ഈ വില്ലൻ വേഷങ്ങളാണ് കിട്ടി തുടങ്ങിയത്. അപ്പോൾ പിന്നെ വില്ലനായിട്ട് തിളങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്പോഴും എങ്ങനെയായിരുന്നു? ഹാപ്പി ആയിരുന്നു എന്ന് അറിയാം. വെരി ഹാപ്പി. ലൈക്ക് അങ്ങനെ അച്ഛനെ ഞാൻ
അങ്ങനെ സാഡായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. വെരി ഹാപ്പി ഓൾവേസ്. ബിക്കോസ് എപ്പോഴും വീട്ടിലെ ആൾക്കാരാണ്, ഫ്രണ്ട്സ് ഓൾ ദ ടൈം. രാവിലെ തൊട്ട് അവിടെ ഒരു പാർട്ടി മൂഡാണ്. പണ്ടത്തെ ആക്ടേഴ്സ് എവ്രി വൺ യൂസ് ടു ലിവ് ദെയർ ലൈഫ് ലൈക്ക് കിങ് സൈസ് ആയിരുന്നു, അതുപോലെ ആയിരുന്നു. വാസ് ഹാവിങ് എ വെരി ഗുഡ് ടൈം. നോ റിഗ്രറ്റ്സ്. പുള്ളിക്ക് ഒരു റിഗ്രറ്റ്സും കാണത്തില്ല. ഇപ്പോൾ പത്മരാജന് ശരിക്കും മമ്മൂക്കയുടെ സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങാൻ പറ്റി. ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു, മോഹൻലാലിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു, ഇല്ലെങ്കിൽ ഒരുവിധപ്പെട്ട സ്റ്റാറുകളുടെ കൂടെയാണ്. ഒരു 10-20 സിനിമകളിൽ 10 സിനിമകളും ഒക്കെ അങ്ങനത്തെ സ്റ്റാറുകളുടെ കൂടെയാണ്. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് അതെ അതെ, അതൊരു ഭയങ്കര ഒരു സഹായമല്ലേ. ഇനി വരാൻ പോകുന്ന സിനിമകൾക്കൊക്കെ ഒരുപക്ഷെ ഇത്രയും കാലത്തെ ഒരു ലേണിംഗ് ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ഇനി നടക്കാൻ പോകുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ 10 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു ബേസ് ഉണ്ടാവും, ഇത് അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടും, അങ്ങനെ പ്രതീക്ഷിച്ചുകൂടെ? ഡെഫിനറ്റ്ലി ഏട്ടാ. ഞാൻ ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ചെയ്യുന്ന വെച്ചാൽ എല്ലാ ആക്ടേഴ്സും, ബഡിങ് ആക്ടേഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന കോസ്റ്റാർസിന്റെ കൂടെയൊക്കെ എനിക്ക് എന്തോ അച്ഛൻ്റെ തന്നെ ബ്ലെസ്സിങ്സ് അത്, അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസും ആണത്. അതുകൊണ്ട് ഇവരുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റി. അതെനിക്ക് ഏറ്റവും ഇറ്റ്സ് വെരി ഇൻസ്പയറിങ് ആൻഡ് അതേപോലെ പ്രഷറും ആണ്. ബിക്കോസ് ആർക്കും കിട്ടാത്ത ചാൻസസ് എനിക്ക് ഈസി ആയിട്ട് കിട്ടി. സോ എനിക്കത് വീണ്ടും ഐ ഹാവ് ടു കീപ് ഡൂയിങ് ഇറ്റ്. അത് ബെറ്റർ ആക്കണം. ബിക്കോസ് സുരേഷ് ഗോപി അങ്കിളുടെ കൂടെ ചെയ്തു, മമ്മൂക്കയുടെ കൂടെ ചെയ്തു, ലാലേട്ടൻ്റെ കൂടെ ചെറിയൊരു ഇതേ ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഷുഡൻറ്റ് ലുക്ക് ലൈക്ക് ഓക്കെ രതീഷിൻ്റെ മകനായതുകൊണ്ട് കിട്ടി എന്നുള്ളതാണ്. ബട്ട് ഐ ഹാവ് ടു അഗെയിൻ ഞാൻ അപ്ഡേറ്റായി എൻ്റെ ആക്ടിങ് സ്കിൽസും എല്ലാം അപ്ഡേറ്റ് ചെയ്താലേ ഇനിയൊരു ചാൻസ് എനിക്ക് കിട്ടത്തുള്ളൂ. ഒരെണ്ണം കിട്ടി, ഇനിയും വീണ്ടും അവരെന്നെ വിളിക്കണമെന്നില്ല. അതിന് ഐ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. സോ ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ ഇനിയും പടങ്ങൾ അവരുടെ കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ DNA ചെയ്ത് നിൽക്കുമ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായമൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. എനിക്ക് DNA കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അത് കാണാം. 2 പടങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഈ ആഴ്ച തന്നെ കണ്ടു തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2 മിസ് ചെയ്തിട്ടുള്ളൂ, അതിൽ ഒരെണ്ണം ഞങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ. നമുക്കിത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോവാം. അതെ, ഒരു പോലീസ് സിനിമ ഗോളം മിസ് ചെയ്തിട്ടുണ്ട്. അതും നല്ല പടമാണ്. അതെ, അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഈ ആക്ടിങ് എന്ന് പറയുന്നത് ഒരു തമാശക്കാരി അല്ല എന്നുള്ളത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളൊരു വായന, ഒബ്സർവേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്നുണ്ട്. ഒപ്പം ഇത് പണിയെടുത്ത് പ്രതിഫലിപ്പിക്കുകയും വേണം. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, നിങ്ങളുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ് ഈ ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്? എൻ്റെ തലയ്ക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സ് ഒരിക്കലും പറഞ്ഞ് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. ഭയങ്കര കോംപ്ലക്സാണ്. ബിക്കോസ് ഞാൻ ഇച്ചിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരാണ് പല ലെയറിൽ ചിന്തിക്കുന്നത്. ആസ് എൻ ആക്ടർ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഞാൻ ആസ് എൻ ആക്ടർ വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളത് ചിന്തിക്കുന്നതിൽ ആദ്യത്തെ കാര്യം അച്ഛനായി കണ്ണുകൾ കൊണ്ടായിരുന്നു കൂടുതലും എക്സ്പ്രസ് ചെയ്തത്. എൻ്റെ പടങ്ങളിലും ഞാൻ ഐ എം നോട്ട് വെരി ലൗഡ്. ഞാൻ ഇതുവരെ ലൗഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. ഇനി എനിക്ക് ചെയ്യണമെന്നുണ്ട്. ബട്ട് ഐ വോണ്ട് എക്സ്പ്രസ് ത്രൂ മൈ ഐസ് ലൈക്ക് അച്ഛൻ ചെയ്ത പോലെ. സോ അതിനുള്ള പ്രാക്ടീസസ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ, ഞങ്ങൾ തമിഴ്നാട്ടിലാണ് പഠിച്ചതും വളർന്നതും എല്ലാം. സോ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും തമിഴ്. എനിക്ക് മലയാളം ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ ഇവിടെ വന്നതിന് ശേഷം ഉള്ളതാണ്. ഇതിനു മുമ്പ് എനിക്ക് മലയാളം ഒട്ടും വരത്തില്ലായിരുന്നു. തമിഴ് ആയതുകൊണ്ട് എനിക്ക് കുറേ മലയാളത്തിലെ കുറേ വാക്കും കാര്യങ്ങളെല്ലാം അത്ര ഈസി ആയിട്ട് വരത്തില്ലായിരുന്നു. സോ ഡയലോഗ് മോഡുലേഷൻ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അത് മാറ്റാൻ വേണ്ടി ഇപ്പം ഞാൻ തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞ സിനിമകൾ ഇറ്റ്സ് ഓൾറെഡി ഡൺ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അതെടുത്ത് ഞാൻ അതിൽ വീണ്ടും ഞാൻ മോഡുലേഷൻസ് ട്രൈ ചെയ്ത് നോക്കും. സോ അങ്ങനത്തെ ചെറിയ 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 എല്ലാ ആക്ടേഴ്സും ചെയ്യുന്ന എക്സസൈസസ് ഞാൻ ചെയ്യാറുള്ളൂ. നോട്ട് മോർ ദാൻ ദാറ്റ്. പിന്നെ സം കോൺഫിഡൻസ് ദാറ്റ് ഐ ക്യാൻ പുൾ ഇറ്റ് ഓഫ്. That's one main thing. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ സുരേഷ് ഏട്ടനാണ് കൂടെ നിന്നത്, സഹായിച്ച ആ ഫാമിലി ഫുള്ളുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരു ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യാനില്ലായിരുന്നെങ്കിൽ കുറെക്കൂടെ ബാക്കിലേക്ക് പോകുമായിരുന്നു എന്ന് തോന്നിയിട്ടില്ല? അപ്പം അവരോടൊക്കെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഇപ്പോൾ ഒരു പക്ഷേ സുരേഷ് ഏട്ടൻ ജയിക്കുമ്പോഴൊക്കെ പ്രതികരണമൊക്കെ നടത്തിയത്. ആ മനുഷ്യനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തേക്കുന്നത്? നമ്മൾ പല രീതിയിലാണ് ഒരു പൊളിറ്റീഷ്യനെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ആക്ടറെ നമ്മൾ
ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. പക്ഷെ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇടത് മനോഭാവമുള്ളൊരു സമൂഹത്തിൽ ഒരു വലതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ വായിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരും. അപ്പം എങ്ങനെയാണ് ആ മനുഷ്യനെ മനസ്സിലാക്കുക? അപ്പൊ മനുഷ്യനെ മനസ്സിലാക്കിയ ഒരുപാട് പേരുണ്ടാവും അടുത്ത് നിന്നിട്ടുള്ളവർ, അടുത്ത് നിന്ന് കണ്ടു. വെരി വെരി സിമ്പിൾ എക്സാമ്പിൾ, അച്ഛനും സുരേഷ് ഗോപി അങ്കിളും തമ്മിൽ അധികം മൂവീസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, വെരി ഫ്യൂ മൂവീസ്. പക്ഷെ അച്ഛനും സുരേഷ് ഗോപി അങ്കിളും തമ്മിൽ ചെയ്ത പടങ്ങളിൽ അച്ഛൻ്റെ ബിഹേവിയർ ടുവേർഡ്സ് സുരേഷ് ഗോപി അങ്കിൾ, അത് അങ്കിളിന് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കെയറിങ് അച്ഛൻ, ആരടുത്ത് ചോദിച്ചാലും പറയും. സോ അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി അങ്കിളിന് ഞങ്ങളുടെ ഫാമിലീനെ ഇത്രയും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഇതുമില്ല, നോ നെസസിറ്റി ലൈക്ക് ദാറ്റ്. പക്ഷേ പുള്ളി ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ ഇതുവരെ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ we can understand how pure soul he is. He's very true. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ആൾക്കാർ പലതും പറയുന്നുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഓബ്വിയസ്ലി ഈസ് എൻ ആക്ടർ, ഈസ് എ പൊളിറ്റീഷ്യൻ. സോ കണ്ടമാനം കമൻസും കാര്യങ്ങളും വരും. I think he shouldn't bother about that. People who know him closely will know that ഇതൊന്നും ട്രൂ അല്ല എന്നുള്ളത്. ഞങ്ങളുടെ കാര്യത്തിൽ ചേച്ചിയുടെ കല്യാണം, അനിയത്തിയുടെ കല്യാണം എല്ലാം ഫ്രണ്ടിൽ നിന്ന് നടത്തി തന്നത് സുരേഷ് ഗോപി അങ്കിളാണ്. ഞങ്ങളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപി അങ്കിളും സുരേഷ് കുമാർ അങ്കിളുമാണ്, മേനക സുരേഷ്. ഓൾവേസ് വെരി താങ്ക്ഫുൾ ടു ദം. പലയിടത്തും പറയാറുണ്ട് ഈ കാര്യം, എത്ര പറഞ്ഞാലും തീരത്തില്ല. പിന്നെ ഐ ഡോണ്ട് സീ ഹിം ആസ് എൻ ആക്ടർ. ഞാൻ സുരേഷ് ഗോപി അങ്കിളിനെ കാവൽ എന്ന സിനിമയിൽ ആണ് ഫസ്റ്റ് ടൈമായിട്ട് ആക്ടറായിട്ട് ഫേസ് ചെയ്യുന്നത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവരെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു, കാണുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, വരുന്നു. ആസ് എൻ ആക്ടർ കണ്ടപ്പോൾ പെട്ടെന്ന് അതുവരെ എനിക്ക് മറ്റേ വീട്ടിൽ പോയി കാണുമ്പോൾ എനിക്ക് സുരേഷ് ഗോപി അങ്കിളുടെ ക്യാരക്ടേഴ്സ് ഒന്നും മൈൻഡിൽ വരത്തില്ല. ഇത് കണ്ടപ്പോൾ എൻ്റെ മൊത്തം എല്ലാം പോയി. അവിടെയും വഴക്കൊക്കെ കേട്ടു, പക്ഷേ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്നെ ക്ലൈമാക്സ് സീനിലൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു സുരേഷ് ഗോപി അങ്കിൾ. ബിക്കോസ് എനിക്ക് അപ്പോഴും ഈ ഡയലോഗ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഐ എം വെരി ഓപ്പൺ ടു സേ ദിസ്, ബിക്കോസ് ഞാൻ ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മാറി. ഐ എം കോൺഫിഡൻറ്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഒരു പക്ഷേ ഇപ്പോൾ ഈ DNA ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് പറയത്തില്ലായിരുന്നു. ദാറ്റ് ഐ വാസ് വെരി ബാഡ് വിത്ത് മൈ ഡയലോഗ് മോഡുലേഷൻ ആൻഡ് ഓൾ ദാറ്റ്. നൗ ഐ എം കോൺഫിഡൻറ്റ് എനഫ് ടു സേ ദാറ്റ് ബിക്കോസ് ഐ ഹവ് പ്രൂവ്ഡ് ഇറ്റ്. ഐ ബിലീവ് ഐ ഹവ് പ്രൂവ്ഡ് ഇറ്റ്. സോ സുരേഷ് ഗോപി അങ്കിൾ ആൻഡ് സുരേഷ് കുമാർ അങ്കിൾ രണ്ടുപേരും ഫാമിലി വൈസ് ഞങ്ങളുടെ രണ്ട് പില്ലേഴ്സ്. പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിഞ്ഞു? പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ട്, ബട്ട് ഐ എം നോട്ട് പൊളിറ്റിക്കൽ. ഐ ഡോണ്ട് നോ. അച്ഛനും അല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പൊളിറ്റിക്സ് ഐ ഡോണ്ട് നോ. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഏട്ടൻ ജയിച്ചു വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ജയിച്ചതെന്നുള്ള പലതരത്തിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. പക്ഷെ അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആ ജയം എന്തുകൊണ്ടായിരിക്കും? പുള്ളി ചെയ്തിട്ടുള്ള വർക്കാണോ? എന്താണ് അതിന്റെ പുള്ളി ആസ് എ ഹ്യൂമൻ ബീയിങ്, ലൈക്ക് ഞാൻ പറഞ്ഞില്ല, പൊളിറ്റീഷ്യൻ എന്നുള്ളത് വിട്ടേക്കാം. ഐ ഡോണ്ട് തിങ്ക് ഹീസ് എ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ജയിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഫോർ ഹൂ ഹി ഈസ് ആസ് എ ഹ്യൂമൻ ബീയിങ്, ഹൂ ഹി ഈസ്. ഇതുവരെ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ചാരിറ്റീസ് ദാറ്റ് ഹി ഹാസ് ഡൺ ഓർ ദ പ്രോമിസസ് ദാറ്റ് ഹി കീപ്സ്. അതാണ് മെയിൻ. ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. പുള്ളി ചുമ്മാ അങ്ങനെ പറയത്തുമില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ ഡു ഇറ്റ്. സോ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അങ്ങനത്തെ ഒരാളല്ലേ. പ്രോമിസസ് ഇപ്പോൾ ഇവിടെ പലരും ചെയ്യുന്നത്, ഐ ഷുഡന്റ് ബി സേയിങ് ദിസ്, ബട്ട് പ്രോമിസസ് ആർ നോട്ട് കെപ്റ്റ്. എല്ലാവരും പ്രോമിസ് ചെയ്യും, പക്ഷേ നോബഡി കീപ്സ് ഇറ്റ് അപ്പ്. സുരേഷ് ഗോപി അങ്കിളുടെ കാര്യത്തിൽ as I know him personally, I'm pretty sure he'll keep it. എനിക്ക് പേഴ്സണലി ഞങ്ങളുടെ ഫാമിലിക്ക് കുറേ പ്രോമിസസ് ചെയ്ത് കീപ്പപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ. അതുകൊണ്ട് ഞാൻ പറയാം, പൊളിറ്റിക്കലി ഐ ഡോണ്ട് നോ ഹൗ, നിങ്ങൾക്ക് എങ്ങനെ വേണേലും അത് എടുക്കാം. മിനിസ്റ്റർ എന്നുള്ള രീതിയിലും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കട്ടെ. മറ്റൊന്നുള്ളത്, മമ്മൂക്കയുടെ സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് ആ ചാൻസ് ഉണ്ടാവണമെങ്കിൽ അതിനകത്തൊരു മമ്മൂക്കയുടെ ഒരു ഇതും കൂടെ ഉണ്ടാവണം, ലിഫ്റ്റിങ്ങും കൂടെ ഉണ്ടാവണം. ആ ലിഫ്റ്റിംഗ് എങ്ങനെയാണ് സംഭവിച്ചത്? ആദ്യത്തെ പടങ്ങൾ എങ്ങനെയാണ്? ആദ്യത്തെ മൂവി ഫയർമാനിൽ ദീപു കരുണാകരൻ ശരിക്കും അവരൊരു ഫ്രഷ് ഫേസിനെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊരു സസ്പെൻസ്ഫിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫ്രഷ് ഫേസിനെ വേണം അവർക്ക്. അവർ കുറേ തപ്പി അങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ പരിപാടി നടക്കുമായിരുന്നു. ആ ടൈമിലാണ് ഞങ്ങൾ കേരളത്തിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. അതുവരെ തമിഴ്നാട്ടിലായിരുന്നു. അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് കുറേ ആർട്ടിക്കിൾസ്, ബിക്കോസ് ഞങ്ങൾ ഇത്രയും നാൾ തമിഴ്നാട്ടിലായിരുന്നു, ആർക്കും അറിയത്തില്ലായിരുന്നു രതീഷ് മക്കൾ എവിടെയൊന്നും.
ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് കുറേ ആർട്ടിക്കിൾസ് എനിക്കും നാനായിലെന്ന് തോന്നി അതിൽ വന്നപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ പറഞ്ഞു എനിക്ക് വില്ലനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആ ആർട്ടിക്കിൾ ദീപു ചേട്ടൻ വായിച്ചു. എന്നിട്ട് മമ്മൂക്കയുടെ അടുത്ത് പോയി കാണിച്ചു ഇങ്ങനെ രതീഷിൻ്റെ മകൻ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മമ്മൂക്ക ഉടനെ വേറെ ഒന്നും ചോദിച്ചില്ല. ബിക്കോസ് എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല, മൂവി ആയിട്ട് എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ കോളേജ് നോട്ട് ഈവൻ ഇൻ കോളേജ്, സ്കൂളിൽ ഞാൻ ഡ്രാമാസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഇവിടുത്തെ പോലത്തെ ഈ കലോത്സവം അങ്ങനത്തെ പരിപാടിയൊന്നും അങ്ങനെ അധികം ഇല്ല. ഞാൻ സ്പോർട്സിലായിരുന്നു, അപ്പോൾ കൂടുതലും ഐ വാസ് ഇൻ ടു സ്പോർട്സ്. സോ മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക ഇമീഡിയറ്റ്ലി ഓക്കെ പറഞ്ഞു. ഞാൻ പോയി ആദ്യം തന്നെ എടുക്കുന്നത് ക്ലൈമാക്സ് സീനാണ്. സോ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു. സ്റ്റണ്ട് കഴിഞ്ഞ് ഭയങ്കര ബോഡി പെയിൻ, ബിക്കോസ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ലിംപ് ചെയ്ത് നടന്നു പോയപ്പോൾ മമ്മൂക്ക എന്നെ വിളിച്ച് ക്യാരവനകത്ത് നിർത്തി. മമ്മൂക്ക യൂസ് ചെയ്യുന്ന ഒരു ഓയിലുണ്ട് ഈ സ്റ്റണ്ടൊക്കെ കഴിഞ്ഞ്, അതിനെ അസിസ്റ്റൻ്റ് അടുത്ത് കൊടുത്ത് എനിക്ക് മസാജൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഭയങ്കര കെയറിങ് ഒക്കെയാണ്. അത് കെയർ ഇപ്പോഴും മമ്മൂക്കയുടെ പോയി കാണുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ട്. അതൊരു ഗുണമുള്ളൊരു സാധനമാണല്ലേ, അങ്ങനെ ഒരു സൗഹൃദം. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്, അച്ഛനും മമ്മൂക്കയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ഈ ഇടയ്ക്കൊരു ജൂയിഷ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു 19ാം നൂറ്റാണ്ടിലാണ് അല്ല കായംകുളം കൊച്ചുണ്ണിയിൽ ജൂയിഷ് ക്യാരക്ടർ ചെയ്യുന്നതിന് ശരിക്കും കണ്ണ് സഹായമായിട്ടുണ്ട്. അങ്ങനെ ഒരു ലുക്ക് ഉള്ളതൊരു ഭാഗ്യം കൂടെ അല്ലേ? സത്യം കണ്ണാണ്, അത് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. അത് ആ ക്യാരക്ടർ തന്നെ റോഷൻ ആൻഡ്രൂസ് അവർ വിളിക്കുന്നത് കണ്ണ് കാരണമാണ്, കണ്ണുകൾ കണ്ടിട്ട്. ഈ സിസ്റ്ററും അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ ഹെൽപ്പോട് കൂടിയാണോ പടത്തിലേക്ക് വരുന്നത്? അതെ അതെ അതെ, മധുരനാരങ്ങ എന്ന സിനിമയിൽ ചേച്ചി, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണ് മൂവീസിൽ വരണം എന്നുള്ളത് പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഷീ ഗോട്ട് ദ ബെസ്റ്റ് മൂവി. ഫസ്റ്റ് മൂവി തന്നെ 100 Days ഒക്കെ ഓടി, നല്ലൊരു ഇപ്പോഴും ആൾക്കാർ, എനിക്ക് തോന്നുന്നു അച്ഛൻ കമ്മീഷണർ എന്നൊരു പടത്തിൽ ചെയ്ത മോഹൻ തോമസ് എന്നുള്ളൊരു ക്യാരക്ടർ എത്രമാത്രം ആൾക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ടോ അതേപോലെ ചേച്ചി ആ പടത്തിൽ ചെയ്ത. എവിടെ പോയാലും എല്ലാവരും പറയും ചേച്ചി, എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് അതാ, ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ചേച്ചി ഐ എം വെരി ഹാപ്പി, ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ പടം പോയി കണ്ടിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഫസ്റ്റ്. അതെനിക്ക് എന്തോ ഒരു എമോഷണൽ ഇതാന്ന് തോന്നുന്നു. ചേച്ചി തന്നെ എടുത്തിട്ട് നീ എന്തിനാ കരയുന്നത്? എനിക്കറിയത്തില്ല, ഞാൻ വെരി ഹാപ്പി. പടം ആ ടൈമിൽ എൻ്റെ ഒരു പടം റിലീസായിരുന്നു, പടം ഡിഡ്ന്റ് ഡു വെൽ, ബട്ട് അതൊന്നും കുഴപ്പമില്ല. ചേച്ചിയുടെ പടം ലൈക്ക് സൂപ്പർ ഹിറ്റായി, വെരി ഹാപ്പി. നിങ്ങൾ 4 പേരാണല്ലേ മക്കളെ? ബാക്കി 2 പേര്? ഇത് ചേച്ചിയാണ് മൂത്തത്, മധുരനാരങ്ങൾ അഭിനയിച്ചു. പിന്നെ ഞാൻ, അനിയത്തിയുണ്ട് പത്മ, പിന്നെ അനിയൻ പ്രണവ്. അനിയത്തി അബുദാബിയില, മാരിഡ്. ഈ അനിയനും അഭിനയിച്ചിട്ടല്ലേ? അനിയൻ അഭിനയിച്ചിട്ടുണ്ട്. ഹീറോ ആയിട്ട് തീരം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ വാക്ക് 2 മൂവി ഹീറോ ആയിട്ട് അഭിനയിച്ചു. പിന്നെ അവനിപ്പോ സ്ക്രിപ്റ്റിന്റെ എഴുത്തിലിരിക്കുക, അവനൊരു പടം ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പരിപാടിയിലിരിക്കുക. അപ്പൊ ചേട്ടൻ ഉണ്ടാവും? ഉറപ്പായിട്ടും, ഇല്ലെങ്കിൽ ഞാൻ അടിച്ച് പുറത്താക്കും. ശരിക്കും എന്താ സിനിമയിൽ ഈ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്താണ് സിനിമ എന്നുള്ളത്? ഇല്ലെങ്കിൽ ആക്ടിങ് തന്നെയാണോ, ഇല്ലെങ്കിൽ എന്താണ്? ആസ് ഓഫ് നൗ ഇറ്റ്സ് ഓൺലി ആക്ടിങ്. അതിൽ തന്നെ തുടരണം. ബിക്കോസ് ടെക്നിക്കലി എന്നെക്കാട്ടിലും സ്ട്രോങ് അവനാണ്. അയാളത് ചെയ്തു, അവനത് ചെയ്യട്ടെ. അവൻ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ളവർ അത് ചെയ്തോട്ടെ. നമുക്കറിയാവുന്ന പണി നമ്മൾ ചെയ്യാന്നുള്ളത് ആക്ടിങ് ആണ് ആസ് ഓഫ് നൗ. മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയപ്പോൾ വില്ലൻ മാത്രം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇപ്പോൾ ഐ വോണ്ട് ടു ഡു ക്യാരക്ടർ റോൾസ്, ഹീറോ ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ വെൻ ഐ ലേൺ മോർ അബൌട്ട് സിനിമ എൻ്റെ ഐഡിയാസ് മാറുമായിരിക്കും. അല്ല, മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്നറിയാമോ, ഞങ്ങളുടെ സിനിമയിൽ ഇപ്പോൾ ക്യാരക്ടേഴ്സും മാറുന്നുണ്ട്. സിനിമ ഇപ്പോൾ ശരിക്കും ആവശ്യപ്പെടുന്നത് വില്ലനെയോ നായകനെയോ അല്ല, ക്യാരക്ടേഴ്സാണ്. അവർക്ക് പല തരത്തിലുള്ള ഷെയ്ഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഷെയ്ഡ് അവതരിപ്പിക്കാൻ പറ്റും. അതിനുള്ള യോജിച്ചൊരു മുഖമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടരാൻ പറ്റട്ടെ. കുറേ ക്യാരക്ടേഴ്സ് വരട്ടെ. താങ്ക് യു. അതെല്ലാം ഞങ്ങൾ ഞെട്ടിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നന്ദിയുണ്ട്. താങ്ക് യു.